ചോദിക്കുന്ന ലവ് സ്റ്റോറി ഇല്ലാത്ത സ്നേഹം കാണിക്കണം. അതാണ് എന്റെ സ്ത്രീധനം ഈ കാലി. ഏറ്റവും വലിയ സപ്പോർട്ടറാണ് അവള്. ചൊറിച്ചില്ലോ ഈ എന്തേലും പറയുമ്പോ ഹാഫ് റെപ്പ് ഹാഫ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഹാഫ് ആയിട്ട് എടുക്കുക, അത്രയും ബെറ്റർ. ലെഗ് ഡേ കഴിഞ്ഞിട്ട് മടി തന്നെ ഇരിക്കുന്ന ആളെ സ്നേഹം. എന്റെ ലെഗ് ഡേ ഇപ്പൊ ക്വാഡ്സ് ആണ്, കംപ്ലീറ്റ്ലി ക്വാഡ്സ് അല്ല. ഈ പ്രീ വർക്കൗട്ട് എടുക്കുന്ന ആൾക്കാരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാല്, ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ലെഗ് ഡേ ആണ്. കുറേ പേര് പറഞ്ഞു ലെഗ് ഡേ ഒന്ന് ലക്ഷ്മൺ കാണിക്കുമോ, വാട്ട് ഈസ് യുവർ ലെഗ് ഡേ, ലെഗ് റൂട്ടീൻ ആൻഡ് എവറിത്തിങ്. സോ ഇന്ന് ലെഗ് ഡേ കാണിക്കാം, എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. പിന്നെ ദേവികയ്ക്ക് ലെഗ് ഡേ കാണാൻ വരണം എന്ന് പറയുന്നുണ്ട്. അവൾ പറയും ഈ പുറത്തേക്കൊന്നും വരില്ല, ലെഗ് ഡേ എന്ന് പറഞ്ഞാൽ 2-3 ദിവസത്തേക്ക് പുറത്തേക്ക് വരില്ല, അത് എന്തുകൊണ്ടാണ് വരാത്തത്, ഇത്ര വലിയ സംഭവം ഉണ്ടോ ലെഗ് ഡേ എന്നൊക്കെ. ട്രോളണ്ട, കമൻറ്റിലൊന്നും പറയണ്ട, അവർക്ക് അറിയില്ല, അതാണ്. അപ്പോൾ നോക്കൊന്ന് കാണണം, നോക്കൊരു കൗതുകം എന്താണ് ഇപ്പോൾ എല്ലാ ജിമ്മിൽ പോകുന്ന ആൾക്കാരും ലെഗ് ഡേ എത്ര ബുദ്ധിമുട്ടാക്കുന്നതെന്ന്. അപ്പോൾ അവളെ പിക്ക് ചെയ്യണം, അവളെ പിക്ക് ചെയ്തിട്ട് വി ഗോ ടു വർക്കൗട്ട്. ഓക്കെ, സോ സീ യു ഗൈസ് അറ്റ് ദ ജിം. ഗൈസ്, നമ്മൾ ദേവികേനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണക്കല്ല എൻ്റെ ലെഗ് വർക്കൗട്ട് കണ്ട് കാണിച്ചു തരാം. ഞാൻ എന്താണ് ലെഗ് വർക്കൗട്ട് കഴിഞ്ഞാൽ പുറത്ത് വരാത്തതെന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ദേവിക ഒരു സർജറി PCL-ന്റെ സർജറി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. ബോളൊന്നും വർക്കൗട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അവള് ഭയങ്കര വർക്കൗട്ടിന്റെ ആളാണ്. അപ്പൊ അങ്ങനെയാണ്. എന്റെ മോനെ വോൾവ് ജിമ്മിലെത്തി. സോ വി ഹാവ് റീച്ച്ഡ് ദ ജിം. സിറാജ്, ഫാത്തിമ എല്ലാവരും ഉണ്ടാവും. സോ ഇറ്റ് വിൽ ബി എ ഗുഡ് വർക്ക്ഔട്ട്. ക്യാമറമാൻ നിഹാലിന്റെ ഒപ്പം ദേവിക. അപ്പൊ ഇന്ന് ലെഗ് ഡേ ആണ്. സോ നമ്മള് ഇവോൾവ് ജിമ്മിലാണുള്ളത്. സോ ജിമ്മൊന്ന് കാണിച്ചു കൊടുക്കാം. സോ വളരെ എക്വിപ്ഡ് ആയിട്ടുള്ള ജിമ്മാണ്, ടു ബി ഓണസ്റ്റ്. ലൈക്ക് ജെറായിൻ്റെ മെഷീൻസ് കംപ്ലീറ്റ്ലി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ വളരെ നല്ല ആംബിയൻസ് ആണ്. ട്രെയിനേഴ്സ് ആർ വെരി ഗുഡ് ആൻഡ് എന്താ പറയുക, ഓവറോൾ ഒരു കംപ്ലീറ്റ് ജിം. ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെ ലെഗ് ഡേ എടുക്കാറ്. മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ആർ ഫ്രം ഹിയർ. ഇറ്റ്സ് എ വെരി ഗുഡ് ജിം. ഇപ്പോൾ നിങ്ങൾ ഇരിങ്ങാടൻപള്ളി ആണെങ്കിൽ അല്ലെങ്കിൽ കാലിക്കറ്റ് ആണെങ്കിൽ ഐ പ്രിഫർ യു കം ടു ദിസ് ജിം. ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ജിമ്മാണ്. സോ ഞങ്ങൾ ലെഗ് ഡേ എവിടെ നിന്നാണ് എടുക്കുന്നത്. സോ സം ബേസിക് വാമപ്സ്. എപ്പോഴും ലെഗ് ഡേൻ്റെ മുന്നേ ഇപ്പോൾ നിങ്ങൾ നീ ജോയിൻ്റ് ഒക്കെ പെയിനുള്ള ആൾക്കാർ ഒരുപാട് എൻ്റെ DM-ൽ വരുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ ജസ്റ്റ് ചെറിയ ചെറിയ വാമപ്പ് ഒക്കെ ചെയ്തിട്ട് മെല്ലെ മെല്ലെ വർക്കൗട്ടിലേക്ക് മൂവ് ഓൺ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. ഫസ്റ്റ് നമ്മൾ സീറ്റഡ് ഹാംസ്ട്രിങ് കേളാണ് തുടങ്ങുക. ഞാൻ എല്ലാ സെറ്റും കാണിക്കില്ല, ലാസ്റ്റ് ഒരു സെറ്റ് ആയിരിക്കും കാണിക്കുക. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ടോക്ക് നിങ്ങൾക്ക് അറിയാലോ എൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്. പിന്നെ സൂപ്പർ സ്റ്റാർ ഉണ്ട്, ക്യാമറ കണ്ട നോക്കൂലല്ലേ നമ്മള്. അപ്പോൾ അതാണ്. സോ വർക്കൗട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബേസിക് വാമപ്പ് ഇപ്പോൾ ചെയ്യുമോ ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ എക്സ്ട്രീം പാറ്റേൺ ആയിട്ടൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ സീറ്റഡ് ഹാംസ്ട്രിങ് കേളിലേക്ക് പോവാം. ഈ ഒന്നും പറയണ്ട, നമുക്ക് ടെൻഷനാണ്. ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് എന്താ പറയണ്ട, ഏതാ പറയണ്ട. അടുത്ത ഇപ്പോൾ 3rd സെറ്റാണ് ഹാംസ്ട്രിങ്. പക്ഷെ നല്ല ഇൻറ്റൻസിറ്റി ഉണ്ട്, വേദനയ്ക്കുണ്ട് കാര്യം. എന്ത് തോന്നുന്നു വർക്കൗട്ട് ഉണ്ട്? എന്ത് തോന്നുന്നു വർക്കൗട്ട് ഉണ്ട്? എന്ത് തോന്നുന്നു? സ്ക്രിപ്റ്റ് മാത്രം പറഞ്ഞപ്പോ രസം അല്ലേ? സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല. ഞാൻ ഒരു വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്തെടുക്കലേ. അപ്പൊ വരുന്ന അപ്പൊ പറയും. സോ 3rd സെറ്റാണ്. അപ്പം നമുക്ക് ഒരു സെറ്റും കൂടെ ഉണ്ട്. 3rd സെറ്റ് വെരി ഇൻറ്റൻസ്. അപ്പോൾ വെയിറ്റ് കൂട്ടി അടിക്കുന്നതിലല്ല കാര്യം. ഫോക്കസ് ഓൺ ദ മൂവ്മെൻറ്റ്, റേഞ്ച് ഓഫ് മോഷൻ ആൻഡ് എവറിത്തിങ്. റേഞ്ച് ഓഫ് മോഷനും പ്രോപ്പർ ഫോക്കസും ഇല്ലാതെ അടിക്കണം. വെറുതെ വെയിറ്റ് കൂട്ടിയിട്ട് അടിക്കുകയാണെങ്കിൽ കാര്യമില്ല. ഓക്കെ, സോ ഐ ഷോ യു ഹൗ ഇറ്റ്സ് ഡൺ.
ഓ സോ പാർഷ്യൽസ് എപ്പോഴും എടുക്കാൻ നോക്കാം. ഒരു 12 റെപ്പാണ് ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ ബാക്കി പാർഷ്യൽസ് എടുക്കാൻ നോക്കുക. ഓക്കെ, ഹാഫ് റെപ്പ് ഹാഫായിട്ട് എടുക്കുകയാണെങ്കിൽ ഹാഫായിട്ട് എടുക്കുക, അത്രയും ബെറ്റർ. ഓക്കെ, എൻ്റെ സംശയം ഫിസിയോതെറാപ്പിസ്റ്റിനോട് ചോദിച്ചാൽ മതി. വേണ്ട, ഇല്ലാത്ത സ്നേഹം കാണിക്കണ്ട. വെള്ളം വേണോ? ഓരോ പറയാ സ്കോട്ടിന് വേണ്ടി സ്കോട്ടുണ്ട്. നമ്മളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചിന്ന പോയിട്ട് ഓഗസ്റ്റ് എത്രാം തീയതി എനിക്ക് അറിയില്ല. ഓഗസ്റ്റില് കല്യാണമാണ്. എല്ലാരും വരാ എന്ന് വിചാരിക്കാം. വിളിച്ചാ വരാ. എന്താ കല്യാണം? ലെഗ് ഡേ എന്ന് പറഞ്ഞാല് എൻ്റെ ലെഗ് ഡേ ഇപ്പൊ ക്വാഡ്സ് ആണ്, കംപ്ലീറ്റ്ലി ക്വാഡ്സ് അല്ല. ഇപ്പൊ ഒരു 2 ലെഗ് ഡേ ആയിട്ടാണ് വരുന്നത് ഷെഡ്യൂള്. ഒരു ലെഗ് ഡേ ക്വാഡ് ഫോക്കസ്ഡ് ആണ്, ക്വാഡ്സിന്റെ വർക്ക്ഔട്ട് ഇന്റൻസിറ്റിയും കൂടുതലായിരിക്കും. പിന്നെ ഒരു ഹാംസ്ട്രിങ് ഡേ, അതായത് ഗ്ലൂട്ട്സ് ബാക്ക് ഫോക്കസ് കൂട്ടിയിട്ടുള്ള ഡേ. അപ്പോൾ നമുക്ക് ലെഗിന്റെ 2 സൈഡും ഈക്വലി ഒരു ഷെഡ്യൂൾ തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റേ ഓവറോൾ നമ്മൾ 2 മസിലിനും ഒരേ ഡേ ഇപ്പോൾ ക്വാഡ്സും ഹാംസ്ട്രിങ്ങും ഒരേ ദിവസം ഫോക്കസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ടയേർഡായി പോകും എക്സ്ട്രീംലി. മേ ബി ചില ആൾക്കാർക്ക് റിസൾട്ട്സും ഉണ്ടാവില്ല. സോ ദാറ്റ്സ് വൈ വി സെപ്പറേറ്റ് ദിസ് തിങ്. ഒരു സെറ്റ് കൂടെ അല്ലേ? പ്രീ വർക്കൗട്ട് എടുക്കല്ലേ ഇപ്പോൾ? അഡിക്ഷൻ ഡെവലപ്പ് ആയി പോയി. പ്രീ വർക്കൗട്ട് എടുത്തെടുത്ത് എനിക്ക് ഒരു അടുത്ത വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രീ വർക്കൗട്ട് ഇല്ല. ചൊറിച്ചിലോ ഈ എന്തേലും പറയുമ്പോ? ഒരു ഇച്ചിങ് അല്ലേ? അടിക്കില്ലേ? പ്രീ വർക്കൗട്ട് മധുരത്ത് കിട്ടൂല മോളാ. ഓരോരുത്തർ പ്രീ വർക്കൗട്ട് ഇങ്ങനെ ഈ ഡ്രൈ സ്കൂപ്പ് ചെയ്തില്ലേ ഒരാഴ്ച? ഡ്രൈ സ്കൂപ്പ് ചെയ്ത് പ്രീ വർക്കൗട്ട് എടുത്തിട്ടുണ്ട് പ്രാവശ്യം. പ്രീ വർക്കൗട്ട് ഇപ്പൊ എടുക്കുന്ന ആൾക്കാരോട് പ്രത്യേകിച്ച് അങ്ങനെ പറയാനില്ല. ഫാത്തിമ, മിസ് കാലിക്കറ്റ്, നമ്മളെ കേരളത്തിലെ നാച്ചുറലി ഉറ്റുനോക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഉത്തേജനവും മോട്ടിവേഷനുമായ വേറെന്തെങ്കിലും. അപ്പം ഈ പ്രീ വർക്കൗട്ട് എടുക്കുന്ന ആൾക്കാരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ, if you are very highly addicted to it, try to stop it, take a break for 2 weeks or something. 2 ആഴ്ച 3 ആഴ്ചത്തെ ഒരു ബ്രേക്ക് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ ഓട്ടോമാറ്റിക്കായി ഡെവലപ്പ് ചെയ്യുക. കഫൈൻ അഡിക്ഷൻ ആണ്. ഇപ്പോൾ എല്ലാവരും ഡെയിലി കോഫി കുടിക്കുന്നത് കണ്ടിട്ടില്ലേ? അതൊരു കഫൈൻ അഡിക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ആ കോഫി ഇൻഡൾജ് ചെയ്യുമ്പോൾ ഒരു കോഫി ഇല്ലാതെ പറ്റൂല. ഒരു അതേമാതിരി പ്രീ വർക്കൗട്ട് എനർജി സോഴ്സ് ആണ്, ഓഫ് കോഴ്സ് സമ്മതിച്ചു. പക്ഷെ അതൊരു അഡിക്ഷൻ എപ്പോഴും ബ്രേക്ക് ചെയ്ത് കൊണ്ടുപോകും. അത് എന്തിനോടായാലും we must use pre-workout. Pre-workout must not use us. ഒന്നും നമ്മളെ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ അതിനെ ഉപയോഗിക്കുക, കളയുക. സിമ്പിൾ. ചെയ്തു. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസ് ഏതാണ്? നമ്മളല്ല നീ. സ്ക്വാട്സ്. ലെഗ് ഡേ ആയിട്ട് മടി തന്നെ ഇരിക്കുന്ന ആളെ സ്നേഹം. Stay tuned. ഇത് പിന്നെ പന്നിക്ക് വെടി പിടിങ്ങാലും ഓർമ്മ. അവള് പിന്നെ അങ്ങനെ സ്വപ്നമൊന്നും കാണില്ല അല്ലേ? സിനിമ കണ്ടന്റ് ഞാൻ പറഞ്ഞ ഒറ്റയ്ക്ക് ഹൈലൈറ്റ് മാളിൽ പോവാണ് മൂവി കാണാൻ. ഇതൊന്നും പ്രശ്നമില്ല. എന്നിട്ട് വേറെ ലീഡേഴ്സ് വന്ന് കുട്ടിയിട്ട് വന്നു. ഞാൻ ജിമ്മില് വരുന്ന വായ നോക്കാൻ വായി നോക്കാൻ. ഏത് വെനെ? അവനിക്ക് ദേഷ്യം പിടിക്കണ്ട. വെനെ വേറെ ആരും നല്ല ഇല്ല, അന്നെ തന്നെ നോക്കിക്കാള്. അന്ന് ബിരിയാണിക്കുള്ളതാ. ഫാത്തിമേനെ അത്ര സുന്ദരിയായ പെണ്ണ് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ബിരിയാണി വാങ്ങിച്ചില്ലല്ലോ. അപ്പൊ തേർഡ് സെറ്റ് ആണ് ഫുള്ള് പവർ സ്കോട്ട്. എടാ ഇതിന്റെ പേര് പവർ സ്കോട്ട് അല്ലേ? പവർ സ്കോട്ട് മെഷീൻ ആണ് ഇത്. എന്തായാലും ഒരു സ്കോട്ട് മൂവ്മെന്റ് ചെയ്യാനാ പറഞ്ഞത്. ഇഷ്ടമല്ല ലെഗ് കളിക്കാനും സ്കോട്ട് ചെയ്യാനും ഒന്നും. പിന്നെ പണ്ടാൻ തുടങ്ങി പൈസ കിട്ടണം, ജീവിക്കണമല്ലോ, അതിനുകൊണ്ടാ. ഇതല്ലേ ചെറുത്. എന്നല്ലേ പണി, വേറെ പണിയൊന്നും ഇല്ലല്ലോ. ആകെ അറിയുന്ന പണി 4 ഇരുമ്പെടുത്ത് പൊന്തിക്കാനാ. മുട്ട് തന്തയ്ക്ക് വിളിക്കുന്നുണ്ട്.
കൈകാല് വേനുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്യണോ? അയ്യോ മോളെ അടിക്കാൻ പറ്റുന്ന സമ്മതിച്ചു. അന്നെ എന്നെ വിളിക്കൂലട്ടോ ലെഗ് ഡേ കഴിഞ്ഞിട്ട് ഒരു ദിവസവും. ഞാൻ വരാത്ത എൻ്റെ കൂടെ കറങ്ങാൻ. സോ തേർഡ് സെറ്റാണ് രണ്ടാമത്തെ വർക്കൗട്ട്. എനിക്ക് ഹെവി ഇതിനെക്കാട്ട് ഹെവി പോകും അടുത്ത സെറ്റ്. സോ എല്ലാ ജിം റാക്സിൻ്റെ ഗേൾ ഫ്രണ്ടിനോട് ഫ്രണ്ട്സിനോടോ പറയാനുള്ളത് ലെഗ് ഡേ കഴിഞ്ഞിട്ട് ഓരോ വിളിക്കരുത്. ലെഗ് ഡേ കഴിഞ്ഞിട്ട് ഓരോ വിളിക്കുന്നവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. അത്രയും എഫേർട്ടുള്ളൊരു ഡേ വേറെ ഇല്ല. അത് കഴിഞ്ഞിട്ട് സംസാരിക്കാനില്ല. അത് കഴിഞ്ഞിട്ട് മോളെ ഊരെ പോണ്ട. വർക്കൗട്ട് പറഞ്ഞിട്ടുണ്ടോ? കാല് ശരിയായിട്ട് ഇങ്ങോട്ട് എൻ്റെ അടുത്ത് ഇനി മെലിഞ്ഞാല് 10 മെയ്തിയമാരുണ്ടാവും. ഞാൻ ഇങ്ങനെയും ഇങ്ങനെയും ഉണ്ടാവും. എനിക്ക് വലിയ രസം ഉണ്ടാവില്ല. ഓ വെള്ളണീറ്റോ ഇരുന്നാള് ഞാൻ കുടിച്ചു വന്നു ഓൾറെഡി. ഇതാണ് ഗേൾ ഫ്രണ്ട്. ഞാൻ ലെഗ് ഡേ എന്ന് പറഞ്ഞിട്ട് ഓളന്നെ ORS ഒക്കെ വാങ്ങിക്കൊണ്ടുവരും അല്ലേ അല്ലേ? സ്ലോ മോഷനിൽ ഇട്ടാളാ. ഓക്കെ പോവാ. മോളെ കണക്ക് ജിമ്മിൽ പോകുന്ന ആള് ബോയ് ഫ്രണ്ടായി വരുന്നോ അല്ല അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നോ? ഫ്രീ ആയിട്ടൊരു PT കിട്ടിയില്ലേ? അതല്ല ഈ ബോഡി ബിൽഡിംഗ് ഫീൽഡില് ആയിരിക്കും ഒരാള് ഇങ്ങനെ ഉണ്ടാവാ. സത്യം പറഞ്ഞ ഇഷ്ടല്ലായിരുന്നു ബോഡി ബിൽഡർ. ഫ്രണ്ട് വയസ്സ് കാണിച്ചെടുക്ക് വരുമ്പോ എന്നെ കാണുന്ന പിന്നെ ബോഡി ബിൽഡേഴ്സിനെ താല്പര്യമില്ലേന്. എനിക്ക് പോസിങ് കറക്ഷൻ ചെയ്തു. ഫസ്റ്റ് ഞാൻ വരുമ്പോ ഞാൻ ജൂനിയർ ടൈറ്റിലല്ലേനു എൻ്റെ അടുത്ത്. ഫസ്റ്റ് ടൈറ്റിൽ എടുക്കുമ്പോഴാണ് എന്നെ കാണുന്നത്. അതന്നെ ഫസ്റ്റ് ടൈറ്റിലിന്റെ ടൈമിനൊക്കെ നമുക്ക് 3 years കംപ്ലീറ്റ് ആവാനായി. സോ എല്ലാരും ചോദിക്കുന്ന ലവ് സ്റ്റോറി ഞാനല്ലേ ഞാൻ എങ്ങനെ സഹിച്ചു? ഞാൻ എന്റെ ടെമ്പറൊക്കെ മാറ്റിച്ചിട്ടാണ് എന്നോട് വർത്താനം പറയാൻ. ഞാനും നന്നായി, ഞാൻ ക്ഷമിക്കും. ക്ഷമിച്ചില്ലേ ഇപ്പൊ അങ്ങോട്ട് ഇവള് എന്താ പറയാ, ഞങ്ങള് കണ്ട എങ്ങനെയാ, ഞാൻ ഇൻസ്റ്റയില് മെസ്സേജ് അയച്ച ഞാൻ തന്നെയാ പ്രപ്പോസ് ചെയ്തത്. ഇനിയിപ്പോ പറയുന്നതിൽ എനിക്ക് കുറവൊന്നുമില്ല. ഞാൻ പാവായിരുന്നു. ഹായ് എന്ന് അയച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് റിപ്ലൈ വരും. അപ്പൊ ഞാൻ കാത്തു നിന്നിട്ട് എവിടെയാണ്, പിന്നെ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത റിപ്ലൈ ഞാൻ എവിടെയാണ്. കോളേജ് പോണ്ടേ? പിന്നെ ചെക്കന്മാരോട് സംസാരിച്ചൊക്കെ എനിക്ക് ടൈം ഉണ്ടോ? 1 മണിക്ക് എവിടാ കോളേജ് രാത്രി പഠിച്ച സെറ്റ്. ഇത് എത്രടാ?
ഉമ്മേതാ കൊല്ലുട്ടോ. അടി അടി. ഇരുന്നോ എന്റെ എടുക്കണോ ഞാൻ? ടു തേർട്ടി kg squat. ഞാൻ അന്നെ സമ്മതിച്ചിട്ടോ. സമ്മതിച്ചു? അയ്യോ എന്നെയോ? അയ്യോ അല്ല എന്ത് ചെയ്യാന്? ആദ്യമായിട്ടേക്ക് ഓളൊരു കാര്യം സമ്മതിക്കും. എനിക്ക് വെയിറ്റ് ഇല്ലാതെ സ്കോട്ട്സ് അടിക്കാൻ പറ്റും. ഈ 230 230 260 എത്ര? 230. എങ്ങനെയാണോ? അപ്പൊ നമുക്ക് സുഖമായിട്ട് എന്നെ എടുക്കാലോ. എന്റെ മാതിരി 3-4 എടുക്കാലോ. എന്നെ അത്യാവശ്യം നല്ല ഒരു വ്യക്തിയാണല്ലോ. വേണ്ടട്ടോ. 3 എടുക്കണം. അവനെന്താ ചെയ്യണ്ടത്? കത്തിക്കാളല്ലേ? ഭയങ്കര ഹെവി. എഴുതുമ്പോളെ മാക്സിമ ഇതിൻ്റെ PR ആയിരിക്കും പവർ സ്ക്വാട്ടിൽ 230 kg 12 reps. 1 rep മാക്സ് ഒക്കെയാണ് ഇതിലും പോവും. പക്ഷേ 12 reps 230 kg വാസ് റിയലി ഗുഡ്. ഓൾമോസ്റ്റ് എക്സോസ്റ്റഡ്. ഒരു വർക്കൗട്ട് കഴിഞ്ഞ പോലെ ഉണ്ട്. ഹെവി സെഷൻ, ഹെവി റുട്ടീൻ. ഇവിടെ ഞാൻ അവിടെ വീണവായന. സോ ഞാൻ നമ്മളെ കൂട്ടത്തിൽ സ്ട്രോങ്ങസ്റ്റ് ലിഫ്റ്റർ. നിങ്ങൾ വിചാരിക്കും എൻ്റെ പെരുമാറ്റം കണ്ടാൽ ഞാനാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ എന്നെക്കാട്ടും ബെറ്റർ ആയിട്ട് ആൾക്കാരെ കൂടിയാണ് ഹാങ് ഔട്ട് ചെയ്യുക. അതിപ്പോൾ എൻ്റെ സർക്കിൾ എടുത്ത് നോക്കിയാൽ തന്നെ എൻ്റെ പീപ്പിൾ അറൗണ്ട് മീ ആർ ബെറ്റർ ദാൻ മീ. ഇതിനാണ് നമ്മളെ കൂട്ടത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ലിഫ്റ്റർ. മോൺസി നോക്കുകയാണെങ്കിൽ എൻ്റെ സർക്കിളിൽ ഏറ്റവും ഇപ്പോൾ സിറാജ്, ഫാത്തി ഇവരൊക്കെ എന്നെക്കാട്ടും എക്സ്പീരിയൻസസ് കൂടുതലാണ്. സുമേഷ് ചേട്ടൻ എല്ലാവരും എന്നെക്കാട്ടും എക്സ്പീരിയൻസ് കൂടുതൽ, എന്നെക്കാട്ടും ഈ ബോഡി ബിൽഡിങ് ഫീൽഡിൽ മെച്ചപ്പെട്ട ആൾക്കാരാണ്. സോ അങ്ങനത്തെ കൂടെ നിൽക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ പഠിക്കാൻ പറ്റുക. നമ്മളെ കോച്ചായാലും ഒക്കെ എപ്പോഴും മുമ്പ് ടോപ്പായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണെങ്കിൽ അതിൽ കാര്യമില്ല. നമുക്കൊന്നും പഠിക്കാനില്ല അതിൻ്റെ അകത്ത്. എപ്പോഴും നമ്മൾ ലേൺ ചെയ്യണം. നമ്മളെക്കാട് എത്രയോ ലെവൽ മുന്നിലുള്ള ആൾക്കാരായിട്ട് ചെയ്യണം. അപ്പോൾ ഇവനാണെങ്കിൽ എന്നെക്കാട് കൂടുതൽ ലിഫ്റ്റ് ചെയ്യും. സോ ഹീസ് എ മോട്ടിവേഷൻ ഫോർ മീ ടു പുഷ് ഫർദർ. അടുത്ത ലെഗ് പ്രസ് ആണ് വരുന്നത്. ലെഗ് പ്രസ് 3 വർക്കിംഗ് സെറ്റ്. ടെമ്പോ ഒന്നുമില്ല, ജസ്റ്റ് നോർമൽ സെറ്റ് വിത്ത് എന്താ പറയുക നല്ല ഒരു മോഷൻ, റേഞ്ച് ഓഫ് മോഷനിൽ ചെയ്യണം. ഓക്കെ. പിന്നെ എനിക്ക് വരുന്ന DM ആണ്. എങ്ങനെ ജിമ്മിൽ പോവാണ്, ഗേൾ ഫ്രണ്ട് ഇല്ല, എന്താ ചെയ്യാം. അപ്പം എനിക്ക് വരുന്ന എൻ്റെ DM അധികം വിള നോക്കാം. അപ്പം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ അധികം 36 കാണുക. അപ്പോൾ തെമ്മാടത്തിലൊന്നും അയക്കരുത്. എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്, ജിമ്മിലാണ്, ജിമ്മിൽ പോകുന്നുണ്ട്, ഗേൾ ഫ്രണ്ട് ഇല്ല ബ്രോ. സോ ബ്രോനെ പോലെ ഒരു അത്രയും നല്ലൊരു ഗേൾ ഫ്രണ്ട് എങ്ങനെയാണ് കിട്ടുക? എനിക്ക് പറയണമെന്നുണ്ട്, വലിയ സുഖമില്ല എന്ന് വെച്ചാൽ അല്ല, നല്ല ഗേൾ ഫ്രണ്ട് എങ്ങനെ കിട്ടും എന്നുള്ളത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ പെണ്ണുങ്ങൾക്ക് എങ്ങനത്തെ ആൺകുട്ടികളെ ഇഷ്ടം? എൻ്റെ വ്യൂ പോയിന്റിൽ എല്ലാവർക്കും കൊറിയൻ നല്ല ഇഷ്ടം. ഇപ്പത്തെ ട്രെൻഡ് അതല്ലേ. കൊറിയനൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മള് ഒരാളെ എന്താ പറയാ മുഖം നോക്കി സ്നേഹിക്കരുത്. ഞാൻ കൊറേ ഇങ്ങനെ സ്നേഹിച്ചതാ, പണി കിട്ടിയതാ. ഇപ്പൊ എന്താ പറയാ എല്ലാത്തിനും കോംബോ ആയിട്ട് എനിക്ക് കിട്ടി. ചെങ്ങൈന്റെ സ്വീറ്റ് അറിയില്ല. അതെ, സോപ്പിടലിന്റെ പര്യായം ദേവിക സോപ്സ്. മനസ്സ് നല്ലല്ല, മോന്തിയും നല്ലല്ല, ശരീരം കുഴപ്പമില്ലാന്ന് വെക്ക. പിന്നെ വെച്ച് നോക്കുമ്പോ കുഴപ്പമില്ല എന്താന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ ആരും മസിലിനെ കൊണ്ടൊന്നും ഇംപ്രസ് ആയിട്ട് നിങ്ങളെ വന്ന് പ്രേമിക്കുന്ന ഞാൻ സത്യം പറഞ്ഞ മസിൽ നോക്കി ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ എനിക്ക് അത്രയും ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച എനിക്ക് അധികം വരെ ഗോൾഡ് ഡിഗേഴ്സ് ആണ്.
എൻ്റെ ശരീരം കണ്ടിട്ടും റീച്ച് കണ്ടിട്ടും ഒക്കെ കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്, മുമ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ഇവളെ ഞാൻ കണ്ട് എൻ്റെ ബോഡിയായിട്ട് തീരെ ഇമ്പ്രസ്ഡ് അല്ല. ഷീ ഡസൻ കെയർ അബൌട്ട് മൈ മസിൽസ്. അപ്പോൾ എനിക്ക് എത്ര മസിലുണ്ടോ എന്ന് നോക്കല്ലേ, ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നതൊക്കെ. റിലേഷനിലായിരുന്ന ടൈമൊന്നും മസിൽ കൂടുതലുള്ളതുകൊണ്ട് ഇവനെ നോക്കാം, അങ്ങനെ ആ ബോഡീനെ പറ്റി ഒരു ഇമ്പ്രഷനേ ഇല്ലായിരുന്നു. പിന്നെയാണ് ഇവളിങ്ങനെ എൻ്റെ ഷോ ഒക്കെ വന്ന് കണ്ട് എപ്പോഴാണ് ഇവൾ ശ്രദ്ധിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ. സോ ഫൈൻഡ് someone who loves you for who you are. എനിക്കിഷ്ടമല്ല. ഓക്കെ, സോ ലെഗ് പ്രസ് ആണ്, 2 സെറ്റ് കഴിഞ്ഞു, 3 വർക്കിംഗ് സെറ്റാണ്. സോ ഗോയിങ് ടു ദ ലാസ്റ്റ് സെറ്റ്. വയ്യ സത്യം ഹൈയസ്റ്റ് എത്രയാ? 270 kg ക്ലീൻ റെപ്സ്, 12 റെപ്പ്. ഞാൻ എന്തടിക്കുമ്പോൾ 12-15 റെപ്പിറ്റേഷൻ അടിക്കും, അതിൽ കുറച്ച് അടിക്കൂല. മസിൽ ഗ്രോത്ത് എൻ്റെ ഫോക്കസ്. പിന്നെ അധികം ഈ ജിമ്മിൽ ഞാൻ കണ്ടൊരു ട്രെൻഡ് എന്ന് വെച്ചാൽ കുറേ വെയിറ്റ് ഇട്ടിട്ട് ചെറിയ റേഞ്ച് ഓഫ് മോഷനിൽ അടിക്കുക. കാര്യമില്ല, മുട്ടിനാണ് നിങ്ങൾ അടിക്കുക, മുട്ടിൻ്റെ എല്ല് വേനയാവും, ഫുള്ള് ഇറക്കുക. ഞാൻ എൻ്റെ വർക്കൗട്ടിൽ കാണിച്ചു തരാം ഹൗ ടു ഡു എ പ്രോപ്പർ ലെഗ് പ്രസ് വിത്ത് പ്രോപ്പർ റേഞ്ച് ഓഫ് മോഷൻ. ആ മോഷൻ നോക്കുക, അതേപോലെ ചെയ്യുക. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിട്ടുണ്ടാവും അല്ലേ. നാളെ തിരിച്ചു വരുന്നതായിരിക്കും വിത്ത് സീരിയസ് ലിഫ്റ്റ് ആൻഡ് സീരിയസ് മസിൽ മാസ്. എല്ലാ ഫീമെയിൽ ബോഡി ബിൽഡേഴ്സും ശ്രദ്ധിച്ചോളൂ. അപ്കമിങ് ടെറർ സ്റ്റോൺ ബോഡി ബിൽഡിംഗ് ഫ്യൂഷൻ, ദേവിക സതീഷ്. ദൈവമേ, ലെഗ് കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങനത്തെ ഓരോ കളിയാണ്. ആള് ഇഞ്ചറി മാറിയിട്ട് നമ്മള് വർക്കൗട്ടിലേക്ക് വരുന്നതായിരിക്കും. സോ ഓൾ ദ മാളു ഫാൻസ് ഔട്ട് ദെയർ, വീണുണ്ട്. ഓ, എന്തായിരുന്നു എൻ്റെ ഇഞ്ചറി പറ്റിയ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയായിട്ട് പോകുമ്പോൾ അല്ലേ പറയണോ, വണ്ടിയായിട്ട് പോകുമ്പോൾ ആക്സിഡൻ്റ് ആയി. വി ഡസൻ വോണ്ട് ടു ഡിസ്ക്ലോസ് വാട്ട് ഹാപ്പൻഡ്. സോ ഷീ ഈസ് കംപ്ലീറ്റ്ലി റിക്കവേർഡ്. എനിക്ക് 5 സർജറി കഴിഞ്ഞിട്ടുണ്ട് കാലില്. എൻ്റെ കാലിപ്പോൾ ഒരു 15 ലക്ഷത്തിൻ്റെ പുറത്താണ്. അതാണ് എൻ്റെ സ്ത്രീധനം, ഈ കാല്. ഈ കാലാണ് അവളെ അച്ഛനെങ്കിൽ സ്ത്രീധനമായിട്ട് തരുന്നത്. 15 ലക്ഷത്തിൻ്റെ കാല് മോനെ തന്നു. സ്ത്രീധനം ഒന്നും വേണ്ടല്ലേ. കാലോട്ടോ ഓ ജമ്മ, ഓ കാല് പോയി. ഭയങ്കര ഇന്റൻസിറ്റി. മകില്ലേ വലിയ പൂമ്പാറ്റം ഉണ്ടാവും. വലിയ പൂമ്പാറ്റ. എന്നിട്ട് കൊറേ പുറത്ത് പൂമ്പാറ്റ കാണിക്കില്ലേ, ബാക്കിൽ താഴെ പൂമ്പാറ്റ കാണിക്കുന്നത്. ഏറ്റവും വലിയ സപ്പോർട്ടറാണ് ഇവള്. സ്റ്റേജിൽ നിന്നൊക്കെ അലറുന്നത് കാണണം. സ്റ്റേജിൽ നിന്നൊക്കെ ഞാൻ സ്റ്റേജിൽ കയറുമ്പോഴത്തേക്കും ഭയങ്കര ചിയറിങ്. ഫൈൻഡ് എ ഗേൾ ഫ്രണ്ട് ഹു സപ്പോർട്ട്സ് യു ലൈക്ക് ഹെർ, ടു ബി ഓണസ്റ്റ് അല്ലേ. ആളോ മിസ്റ്റർ കേരളക്കൊക്കെ അപ്പൂ അപ്പൂ, ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അപ്പൂ. എനിക്ക് അവന്റെ പേര് ലക്ഷ്മാന്ന് വിളിച്ചാൽ കിട്ടൂല. ഇവിടെ ആർക്കും കിട്ടില്ല, അവനൊക്കെ കിട്ടുള്ളൂ. ഞാൻ അപ്പൂന്ന് വിളിക്കുന്നത് അത്രയും വലിയ മനുഷ്യനെ അപ്പൂന്ന് വിളിച്ച മോശമല്ലേ. പ്രാവശ്യം നമ്മൾ മിസ്റ്റർ കേരള നിൽക്കുന്ന സമയത്ത്, ഒന്നാമത് ഞാൻ കഴിഞ്ഞ കൊല്ലം മിസ്റ്റർ കാലിക്കറ്റ് അടിച്ചപ്പോൾ ഒബ്വിയസ്ലി എൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു. പക്ഷെ എൻ്റെ മോശം കണ്ടീഷനിലും ഞാൻ മിസ്റ്റർ കാലിക്കറ്റാണ്. അത് ചില ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അസൂയ, അതെന്താ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആകുമ്പോൾ എന്താ പറയുക, 2 ഒപ്പീനിയൻ ഉണ്ടാവും. അത് നമ്മളെ ഒരിക്കലും ഒരാളെ ഡിസ്റെസ്പെക്ട് ചെയ്ത്, എനിക്ക് വേണമെങ്കിൽ ഇപ്പം രജീഷ് ഏട്ടനാണ് എൻ്റെ കൂടെ മത്സരിച്ച്, ഞാനും പുള്ളിയും തമ്മിലൊരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ട്. കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കേരളയ്ക്കൊക്കെ ഇവളെ മുന്നുന്നുണ്ട് പറയുന്നത് കാലിക്കറ്റ് കള്ളത്തരം കാണിച്ച് അടിച്ചതല്ലേ നീ. എടോ, ഒരു കാലിക്കറ്റിന് വേണ്ടി പൈസ ചിലവാക്കേണ്ട ആവശ്യം എനിക്കുണ്ടാവും ജഡ്ജസിനെ ബ്രൈബ് ചെയ്യാൻ. എൻ്റെ മോശം കണ്ടീഷനിൽ ഞാൻ മിസ്റ്റർ കാലിക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ പ്രൗഡാണ്, ടു ബി ഓണസ്റ്റ്. എൻ്റെ 20s സീനിയർ ടൈറ്റിൽ അടിക്കാൻ പറ്റിയെന്നുള്ളത്. ഇവിടെ ഇരിക്കുമ്പോണ്ട് പറയുന്നത് സീനിയർ ടൈറ്റിൽ ഇവിടെ ഉള്ളത് അവൻ കണ്ടിട്ടില്ല. അപ്പോൾ കേരള സ്റ്റേജിൽ ഞാൻ വീക്കായിരുന്നു. അപ്പോൾ
കള്ളത്തരം കാണിച്ച് സീനിയർ ടൈറ്റിൽ അടിച്ചാന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ബോസ് ഇജ്ജി കണ്ടീനോ നേരെ പോയിട്ട് അവൻ്റെ മുഖത്തേക്ക് കൈ ചൂണ്ടി അല്ലേ. മൊത്തായ കൊറേ ക്രൗഡ് ഉണ്ട്, നാറ്റിച്ച് വിട്ടിരിക്കുന്നത് ഞാൻ ഓനെ നല്ലോണം. അതെ, അപ്പോൾ അങ്ങനെ പറയാൻ മടിയൊന്നുമില്ല. സോ എല്ലാവർക്കും ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇല്ലാത്തപ്പോൾ എൻ്റെ പേര് കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരിക്കും നമ്മളെ. അത് ഷറ ഇവിടല്ലേ. ആ കോമ്പറ്റീഷനിൽ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസിങ് ഫേസ് ചെയ്തത്. പക്ഷേ ആ കോമ്പറ്റീഷനിൽ ലൈവിൽ എന്നെ തെറി പറയും എന്തിന് ഞാൻ കപ്പടിച്ചതിന്. അപ്പോൾ എനിക്ക് ഓരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ തെറി പറയും, ഞാൻ ഇവിടെ ഞാനിപ്പോൾ എൻ്റെ 5ാമത്തെ ടൈറ്റിലാണ് അതിലടിച്ച്. ഈ തെറി പറയുന്ന ആൾക്കാർ ആദ്യം അത് മാച്ച് ചെയ്യാൻ നോക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്. ടു ബി ഓണസ്റ്റ്, നിങ്ങൾ ഈ നെഗറ്റീവ്സ് ഒന്നും എന്നെ ബാധിക്കില്ല. ഐ ഹാവ് എ വെരി സ്ട്രോങ് മൈൻഡ് സെറ്റ്. ടു ബി ഓണസ്റ്റ്, എന്നെ ബ്രേക്ക് ത്രൂ ചെയ്യാൻ ആർക്കും പറ്റില്ല. സോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ആ സിറ്റുവേഷനിൽ എൻ്റെ മോശം കണ്ടീഷനിലും എൻ്റെ കൂടെ വന്ന ഫാൻസിനെയാണ് എനിക്ക് താങ്ക്സ് എ ലോട്ട് ഫോർ ദാറ്റ്. മാളുവിനോടും ആ തെറി പറയുന്ന ആള് ഞാൻ വലിയ കുമ്മൊക്കെ ആയിട്ട് അവിടെ ഇരുന്നോളൂ. നിങ്ങൾക്ക് അതേ പറ്റുള്ളൂ, വേറെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അടുത്തത് അഡക്റ്റേഴ്സ് ആണ് കളിക്കുന്നത് ഫോർ ഇന്നർ ക്വാഡ്സ്. ഇറ്റ് വിൽ ഗിവൻ ഓവറോൾ സൈസ് ടു ദ ക്വാഡ്സിന് കുറച്ചുകൂടെ നമ്മളിങ്ങനെ പോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഭാഗം കൂട്ടി നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സൈസ് കിട്ടും. എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ്, ബട്ട് വളരെ എഫിഷ്യൻ്റ് ആണ്. ഭയങ്കര ടയർഡാണ് വർക്കൗട്ട് ടു മച്ച്. ഇത്രയും വെയിറ്റിൽ കളിച്ചിട്ടാന്ന് തോന്നുന്നു. അങ്ങനെ വീട്ടിലെത്തിയാൽ മതി നയിക്കിന്. ആഫ്റ്റർ ദിസ് ചീറ്റ് മീൽ ഇഷ്ടമുള്ള ഭക്ഷണം. മാളെന്താ കഴിക്കാം? മന്തി. തലയിൽ ബുദ്ധിയല്ല, മന്തിയാ. എല്ലാ ദിവസവും മന്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മന്തി കഴിക്കും. പിന്നെ എക്സ്റ്റൻഷൻ ഉണ്ട്. ഇതിൻ്റെ ഒരു അഡക്റ്റേഴ്സ് പിന്നെ പ്രത്യേകിച്ച് കാണിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് ആ മെഷീനൊന്ന് കാണിച്ചാൽ കാരണം അവിടെ ഇരുന്നിട്ട് അത് നമ്മൾ കാലുകൊണ്ട് ജസ്റ്റ് ആക്കി കൊടുക്കാം. ഞാൻ എക്സ്റ്റൻഷൻ്റെ കറക്റ്റ് മൂവ്മെൻറ്റ് കാണിച്ചു തരാം. അഡക്റ്റേഴ്സ് കഴിഞ്ഞിട്ട് എക്സ്റ്റൻഷനും കൂടെ ഉള്ള കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ആണ്. ഓക്കെ, ദാറ്റ്സ് മൈ ലെഗ് ഡേ. അടുത്ത എക്സ്റ്റൻഷൻ ആണ് വരുന്നത്, ലെഗ് എക്സ്റ്റൻഷൻസ്. അതോടെ വൈൻഡപ്പ് ആണ്. ഏറ്റവും ടഫസ്റ്റ് വർക്കൗട്ട് ഫസ്റ്റ് ആണ്. ഹാംസ്ട്രിങ്ങുകൾ, സ്ക്വാട്സ്, ലെഗ് പ്രസ്. ഓക്കെ, സോ ഇതാണ് ഒരു ടിപ്പിക്കൽ ലെഗ് ഡേ. സിമ്പിൾ വർക്കൗട്ട്സ്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഏത് വർക്കൗട്ട്. ഞാൻ വളരെ അല്ലെ നമ്മളെ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ നിങ്ങളൊക്കെ കളിക്കുന്ന വർക്കൗട്ടാണ് ഞാനും ചെയ്യുക. വളരെ മോഡറേറ്റ് അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് മൂവ്മെൻറ്റ്സിൽ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോർമാറ്റ് ആണ്. വളരെ ഫാൻസി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ല, ടു ബി ഓണസ്റ്റ്. വളരെ ചെറിയ മൂവ്മെൻറ്റ്സ്. പിന്നെ അതേപോലെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ഒരു ലെഗ് ഡേ ആണ്. പിന്നെ ആയിരക്കണക്കിന് ലെഗ് ഡേ എടുത്തിട്ടാണ് ഓരോ ബോഡി ബിൽഡർ സ്റ്റേജിൽ കയറാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്നെ നിങ്ങൾ ഡിസ്റെസ്പെക്ട് ചെയ്തോളൂ, അതെനിക്ക് പ്രശ്നമല്ല. എന്നെ എന്ത് ഡിസ്റെസ്പെക്ട് ചെയ്താലും എന്നെ എന്ത് കളിയാക്കിയാലും ഞാൻ ഏറ്റവും ഇപ്പോൾ ഫാസിൽ പറഞ്ഞ പോലെ തോറ്റിട്ടാണ് ഞാൻ തുടങ്ങി. എനിക്കതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഒരു വാക്കിൻ്റെ മുകളിൽ തളർന്നു പോകുന്ന ആൾക്കാരുണ്ട്. എത്ര ഡയറ്റൊക്കെ ചെയ്തു വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകുന്ന ആത്ലീറ്റ്സിന് കമൻറ്റ് ബോക്സിൽ വന്ന് സ്റ്റെറോയിഡ് നീ പോരാ ഇവനാ പറയാൻ സുഖമാണ്. പക്ഷേ ചങ്കൂറ്റം വേണം സ്റ്റേജിൽ ഇറങ്ങിയിട്ട് ഒരു ബോഡി പ്രൗഡായി നിൽക്കാൻ. കണ്ടീഷനോ അതോ മസിലൊന്നല്ല പറയാം, അണ്ടർവെയറിൽ ആ സ്റ്റേജിൽ നിൽക്കാൻ ഒരു ചങ്കൂറ്റം വേണം. അത് ഇല്ലാത്തവരാണ് ഈ കമൻറ്റ് ബോക്സിലൊന്ന് പറയാം. ഓക്കെ, പിന്നെ ഇവരില്ലാത്ത കുറേ ആൾക്കാർ എന്നോട് പറയും അണ്ടർവെയർ ഇട്ടിട്ടല്ലേ ഈ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഡ്രസ്സ് ഇട്ടിട്ട് ഭംഗി തോന്നാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ അണ്ടർവെയർ ഇട്ടിട്ടും അതേ ഭംഗിയാണെങ്കിൽ ഒരു പണിയെടുക്കണം. അണ്ടർവെയറിൽ ഭംഗിയാണെങ്കിൽ അപ്പം ആ പണി നിങ്ങൾ എടുക്കുക. ഓരോരുത്തർ ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയ വഴി ബുള്ളി ചെയ്യുന്ന ഒഴിവാക്കുക. എന്തേ പറയേണ്ടത് ഡയറക്റ്റ് അവരെ വീട്ടിൽ പോവുക, എന്നിട്ട് പറയാം ഈ തീരെ പോരാ. അത് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്ക് ഇല്ലാലും. പക്ഷേ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ഡയലോഗും വിടും. സോ അങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, പ്ലീസ് ഗ്രോ അപ്പ്. ഓക്കെ, വെറുതെ നമ്മളെന്തിനാ എൻ്റെ ആവശ്യമില്ല. ഓരോരുത്തരുടെ കഷ്ടപ്പാടല്ലേ. ഒരാൾ കഷ്ടപ്പെട്ട് ശരീരം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ സൈഡിൽ നിന്ന് 4 ഇഞ്ചക്ഷൻ്റെ ഇമോജി ഇടുന്നു. ലോജിക്കില്ല. നിങ്ങളെ കൊണ്ട് നാച്ചുറലി ഒന്നും പറ്റുകയില്ല. ബാക്കിയുള്ളവർ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നോ യൂസ്. ഓരോരുത്തർ ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കട്ടെ. ഓരോരുത്തർ ഇഷ്ടമുള്ളത് ചെയ്ത്. ഇപ്പോൾ എനിക്ക് ഇഞ്ചക്ഷൻ കുത്തി ഉണ്ടാക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് പ്രോട്ടീൻ പൗഡർ അടിച്ചിട്ട് ഞാൻ എന്തോ ചെയ്തോട്ടെ. അല്ലേ ഇപ്പോൾ എനിക്ക് നാച്ചുറലായിട്ട് ചെയ്യാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഞാൻ നാച്ചുറലായിട്ട് ചെയ്തോട്ടെ. ഞാൻ മറ്റാൾ പറയുന്ന മാതിരി വെള്ളവും ഭക്ഷണവും കഴിച്ചിട്ടാണ് ഉണ്ടാക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഉണ്ടായിക്കോട്ടെ. അതൊന്നും നിങ്ങളെ ബോദർ ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് ചെയ്യാൻ പറയുന്നില്ല. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ട് പറഞ്ഞതാണ്. ഇത് കണ്ടിട്ട് നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറഞ്ഞോളൂ, നോ പ്രോബ്ലം. സോ ലെഗ് എക്സ്റ്റൻഷൻ
One. ഈ അടിച്ചാലും എന്നെ ഒന്നും പറയില്ല എനിക്കറിയാം. അങ്ങനെയൊന്നുമില്ലല്ലോ. സോ എക്സ്റ്റൻഷൻ കഴിഞ്ഞു, ലെഗ് ഡേ കംപ്ലീറ്റഡ്. വയ്യ, ടു ഡാം ടയേർഡ്. ഇനിയിപ്പോൾ പമ്പ് ചെക്ക് ചെയ്യാം. വെരി ഗുഡ്. നൈസ് നൈസ് നൈസ്. ഇപ്പോഴാണ് എൻ്റെ ലെഗ് എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. പണ്ടിക്ക് എൻ്റെ ഇഷ്ടമില്ലാത്ത ഭാഗമായിരുന്നു ലെഗ്. ടു ടഫ് ടു ബിൽഡ്. യാ, അപ്പോൾ താങ്ക് യു ഗൈസ്. വെറുപ്പിക്കലായിട്ടുണ്ടാവില്ല വിചാരിക്കുന്നത്. സോ പീസ് ഔട്ട്. താങ്ക് യു. ദേവിക ആണ് എൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സപ്പോർട്ടർ, ബിഗ്ഗസ്റ്റ് ഫാൻ ആൻഡ് എവറിത്തിങ്. താങ്ക് യു. ഇനി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പണ്ടത്തെ വീഡിയോന് അത്ര മാസം ഉണ്ടാവില്ല, കാരണം വില കൂടിയാണ്. വില കൂടെ അത്ര മാസം വരില്ല. സോ താങ്ക് യു. ടാറ്റ പറഞ്ഞാണ്. ടാറ്റ, ബൈ ബൈ. ഇപ്പൊ നമ്മൾ ക്യാമറമാൻ നിഹാലിന്റെ ഒപ്പം നിഹാലാണ് ക്യാമറ ഷൂട്ടിംഗ്. ഇവോൾവില് ഇവോൾവ് ജിമ്മാണ്. ഓക്കെ, താങ്ക് യു, ബൈ.